ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ സാധുവായ എനിക്ക് എന്നല്ല ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം പരന്നു കിടക്കുന്ന സമുദ്രമാണ് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ കേരള യാത്രയ്ക്ക് ഉസ്താദിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകരണങ്ങൾ. എവിടെ നോക്കിയാലും ലക്ഷങ്ങളാണ് ഉസ്താദിന്റെ അടുത്ത് വന്ന് കൂടുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവരടുത്തേക്ക് നമ്മൾ പോകണം എന്നല്ലാതെ അവര് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു സംഭവമില്ല. അത് വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. എന്നാൽ ഇവിടെ ഉസ്താദിനെ കാണാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരും ക്യൂ നിൽക്കുകയാണ്. മണിക്കൂറുകളോളം ഉസ്താദിനെ കാത്തു നിൽക്കുകയാണ്. എന്തിന്? ഉസ്താദിനെ ഒന്ന് കാണാൻ, ഉസ്താദിനെ ഒന്ന് അഭിവാദ്യം ചെയ്യാൻ. നിങ്ങളൊന്ന് നോക്ക്, ഇന്ന് കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണിത്. ക്യൂ നിൽക്കുകയാണ്. എന്തിനാ? ഉസ്താദിനെ കാണാൻ, ഒന്ന് അഭിവാദ്യം ചെയ്യാൻ. അതുപോലെ തന്നെ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആളുകളാണിത്. എന്തിനാ നിൽക്കുന്നത്? ഉസ്താദിനെ കാണാൻ. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ആളുകളാണിത്. എന്തിനാ നിൽക്കുന്നത്? ഉസ്താദിനെ കാണാൻ. അതുപോലെ തന്നെ SDPയുടെ ആളുകളാണിത്. എന്തിനാ നിൽക്കുന്നത്? ഉസ്താദിനെ കാണാൻ. ആ കേരള യാത്രയ്ക്കൊന്നൊരു അഭിവാദ്യം ചെയ്യാൻ. എന്തുകൊണ്ട് സംഭവിച്ചു? അതാണ് ഉസ്താദിന്റെ പ്രത്യേകത. ഇന്ന് ഉസ്താദ് ഈ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഈ മുദ്രാവാക്യം, മനുഷ്യർക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യം, അത് ഈ ഇട്ടാവട്ടമാകുന്ന കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ മഹാരാജ്യമായ ഇന്ത്യയും വിട്ടിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉസ്താദിന്റെ കർമ്മധീരരായ പ്രവർത്തകർ മുമ്പേ നടപ്പാക്കി കഴിഞ്ഞതാണ്. അവിടെയൊക്കെ സ്ഥാപനങ്ങൾ പണിതിട്ട് അവിടുത്തെ ആളുകൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെയായാലും ഉസ്താദ് ആദ്യം നോക്കുന്നുള്ളത് വിദ്യാഭ്യാസമാണ്. ഖുർആനിൽ അല്ലാഹു തആലാവും ആദ്യം പറഞ്ഞ എന്താ? ഇഖ്റ, വായിക്കു നബിയെ. വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. പിന്നെ പാവങ്ങളെ ചേർത്ത് പിടിക്കുക, യതീമക്കളെ ചേർത്ത് പിടിക്കുക. അത്രയും സ്വാന്തന പ്രവർത്തനങ്ങളാണ് ഉസ്താദ് ചെയ്യുന്നുള്ളത്. അല്ലാഹു തആല ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.